ആരാണ് ഒരു വൈദികനാവാൻ പോകുന്നത്? അല്ലെങ്കിൽ ആരാണ് ഒരു വൈദികനാവാൻ പോവേണ്ടത്? ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഒരു ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് കിട്ടുന്ന കുട്ടികൾ ശാസ്ത്രീയ വിഷയങ്ങൾ അഭ്യസിക്കുവാൻ വേണ്ടി പോകുന്നു. അതിന് താഴെ മാർക്ക് കിട്ടുന്നവർ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിലേക്ക് പോകുന്നു. ഇത് രണ്ടും സാധിക്കാത്തവർ മറ്റ് സാധ്യതകൾ അന്വേഷിക്കുന്നു. അങ്ങനെ മറ്റ് സാധ്യതകൾ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം വൈദിക ശുശ്രൂഷയെ പെടുത്തേണ്ടത്? അല്ല. വൈദിക ശുശ്രൂഷ ഒരു ദൈവവിളിയാണ്. നമ്മുടെ കഴിവുകളല്ല വാസ്തവത്തിൽ വൈദിക ശുശ്രൂഷയിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ കഴിവുകൾക്കും കഴിവുകേടുകൾക്കും അപ്പുറം നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. എങ്കിലും നമ്മുടെ കഴിവുകൾ ദൈവത്തിന് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും. ദൈവത്തിന് ഉപകരണങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കും. നന്നായി പഠിക്കുന്നവരും പഠിക്കാത്തവരും, ഒരുപക്ഷെ പല രീതിയിലുള്ള കഴിവുകളുള്ളവരും ഇല്ലാത്തവരുമെല്ലാം വൈദിക ഗണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിൽ വൈദികർ ബുദ്ധി കുറഞ്ഞവരെന്നോ അല്ലെങ്കിൽ കഴിവുകളില്ലാത്തവരെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇക്കഴിഞ്ഞ പാപ്പാമാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന സാർവത്രിക സഭയുടെ തലവനായിട്ടുള്ള ലയോ പാപ്പ അമേരിക്കയിലെ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഗണിതശാസ്ത്രം പല വിദ്യാർത്ഥികളെയും പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ബിരുദധാരിയാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അധികം പേർക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രം. ഇതിനു മുൻപുണ്ടായിരുന്ന ഈ അടുത്ത് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഫ്രാൻസിസ് മാർപ്പാപ്പ കെമിസ്ട്രിയിൽ ബിരുദവും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനു മുൻപുണ്ടായിരുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും ധിഷണാശാലിയായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. ആ കാലഘട്ടത്തിലെ പല തത്വചിന്തകരോടും ബെനഡിക്റ്റ് പാപ്പ നേരിട്ട് സംസാരിക്കുകയും അവരോട് സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബെനഡിക്റ്റ് പാപ്പായ്ക്ക് മുമ്പുണ്ടായിരുന്ന ജോൺ പോൾ 2 മാർപ്പാപ്പ ഫിലോസഫിയിൽ തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കഴിവില്ലാത്തവരും ബുദ്ധിയില്ലാത്തവരും മാത്രം പോകുന്ന ഒരു മേഖലയല്ല വൈദിക ശുശ്രൂഷ എന്നുള്ളതാണ്. അവർ ഈ ബിരുദങ്ങൾ നേടിയിട്ടുള്ളത് കൊണ്ടല്ല അവരെ മാർപ്പാപ്പമാരാക്കിയത്. വൈദിക ഗണത്തിൽ പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബിരുദം നേടിയവരും ബിരുദാനന്തര ബിരുദം നേടിയവരും ഒക്കെ വൈദിക ശുശ്രൂഷയിലേക്ക് പോകുന്നുണ്ടല്ലോ. ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഈശോ മുക്കുവരെയും അജ്ഞരെയും ഒക്കെയാണ് വിളിച്ചത് എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ അതും ഭാഗികമായി മാത്രമേ ശരിയാവുന്നുള്ളൂ. ഈശോ ശിഷ്യന്മാരെ വിളിച്ച കൂട്ടത്തിൽ മുക്കുവരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈശോ മത്തായിയെ വിളിക്കുന്നുണ്ട്. മത്തായി ഒരു നികുതി പിരിവുകാരനായിരുന്നു. നികുതി പിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഗണിതം അറിയാതിരിക്കുവാൻ സാധിക്കുകയില്ല. നല്ല പ്രാവീണ്യമുള്ള ഒരു ഗണിതശാസ്ത്രജ്ഞന് മാത്രമേ നല്ല ഒരു ചുങ്കം പിരിവുകാരനായി മാറുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മത്തായിക്ക് ഗണിതം നന്നായി അറിയാമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഈശോ അകാലജാതനെ എന്നുപോലെ വിളിക്കുന്ന സ്ലീഹായായിട്ടുള്ള പൗലോസ് ലീഹ ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്നു. ഗമാലിയേലിൻ്റെ ശിക്ഷണത്തിൽ അന്ന് തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ് ലീഹ. അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ പല രീതിയിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈശോ വിളിക്കുന്നത് നമ്മുടെ കഴിവ് കണ്ടിട്ടല്ല, നമ്മുടെ കഴിവുകേട് കണ്ടിട്ടുമല്ല, മറിച്ച് തൻ്റെ ഉപകരണങ്ങളാവണം എന്ന് അവൻ ആഗ്രഹിക്കുന്നവരെ ഈശോ തൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിച്ചു ചേർക്കുകയാണ്. ഏറ്റവും ഔന്നത്യമുള്ള പുരസ്കാരം എന്ന് നാം ഏവരും ഗണിക്കുന്ന നോബൽ സമ്മാനം തന്നെ എത്രയോ വൈദിക മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1900 ശേഷമാണ് നോബൽ സമ്മാനം കൊടുക്കാൻ ആരംഭിക്കുന്നത്. നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 4 തവണ കത്തോലിക്ക സഭയിലെ വൈദികരോ അല്ലെങ്കിൽ സന്യസ്തരോ ആയിട്ടുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഭാരതത്തിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ മദർ തെരേസയ്ക്ക് 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ഏറ്റവും അവസാനമായി നോബൽ സമ്മാനം ലഭിച്ച കത്തോലിക്ക പുരോഹിതൻ 2007 നോബൽ പുരസ്കാരം ലഭിച്ച ഹൊസെ റമോൺ എന്ന് പറയുന്ന പുരോഹിതനാണ്. പലവട്ടം നോബൽ സമ്മാനങ്ങൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് കത്തോലിക്ക പുരോഹിതർ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് 22 വട്ടം കത്തോലിക്ക പുരോഹിതരോ സന്യസ്തരോ ഒക്കെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭൗതിക ശാസ്ത്രത്തിൽ 2 തവണയും രസതന്ത്രത്തിൽ 1 തവണയും സാഹിത്യത്തിൽ 6 തവണയും കത്തോലിക്ക പുരോഹിതർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഈ അടുത്ത് കത്തോലിക്കാ സഭയുടെ ഇയർ ബുക്ക് പുറത്തിറക്കിയപ്പോൾ നമ്മുടെ ജനസംഖ്യയിലുള്ള വർധനവിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് അൽമായരുടെ എണ്ണത്തിലുണ്ടായ ഒരു വളർച്ചയാണ്. 1.39 ബില്യൺ എന്നുള്ളതിൽ നിന്നും 1.406 എന്നുള്ള നിലയിലേക്ക് അൽമായരുടെ എണ്ണം വളർന്നിട്ടുണ്ട്. എന്നാൽ കത്തോലിക്കാ സഭയിലെ പുരോഹിതരുടെ എണ്ണം 4 ലക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നുവെങ്കിലും കഴിഞ്ഞ വർഷത്തിനേക്കാൾ 734 പേരുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നാം ഓർക്കേണ്ട ഒരു കാര്യം, സഭയ്ക്കെന്നും പുരോഹിതരെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈശോ തീർച്ചയായും ഇന്നും തൻ്റെ ശുശ്രൂഷയിലേക്ക് കൂടുതൽ യുവാക്കളെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ വിളി എന്തുകൊണ്ടോ നമുക്ക് കേൾക്കുവാനും തിരിച്ചറിയുവാനും ശരിയായ പ്രത്യുത്തരം നൽകുവാനും സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഈശോ വിളിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ആ വിളിയോട് ഉചിതമായ രീതിയിൽ പ്രത്യുത്തരിക്കുവാനും നമുക്ക് സാധിക്കണം. മഹനീയമായ ഒരു ശുശ്രൂഷയിലേക്കാണ്, പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നതിലൂടെ ഈശോ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മുടെ കഴിവ് കണ്ടിട്ടോ നമ്മുടെ കഴിവുകേടുകൾ കണ്ടിട്ടോ അല്ല, മറിച്ച് ഈശോയുടെ ഉപകരണങ്ങളാക്കി മാറ്റുവാനാണ്. നമുക്കുള്ളതെല്ലാം അവന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ നമ്മെ തൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുകയാണ്. അവൻ തന്നെ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ മഹനീയമായ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കൂടുതൽ കുട്ടികളെ വിളിക്കപ്പെടുവാൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ നിന്നും കൂടുതൽ ചെറുപ്പക്കാരെ ഈശോ വിളിക്കുന്നതിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവവിളി കുറവുണ്ടാവുന്ന മേഖലകളിൽ, ദൈവവിളി ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് പരിതപിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി, വിശുദ്ധരായ വൈദികർ നമ്മുടെ മധ്യേ കൂടുതലായി വളർന്നു വരുവാൻ വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയോട് തീക്ഷ്ണമായി അപേക്ഷിക്കാം. ഞങ്ങൾ ഓരോരുത്തരുടെയും സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നല്ല ദൈവവിളികൾ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.